അണക്കെട്ടുകളുടെ കൂടി രാജ്യമാണ് UAE. രാജ്യ പുരോഗതിക്കൊപ്പം കാർഷിക സമൃദ്ധി കൂടി മുന്നിൽ കണ്ട് നിരവധി അണക്കെട്ടുകൾക്കാണ് രാജ്യശില്പികൾ രൂപം നൽകിയത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം മിക്ക അണക്കെട്ടുകളും വരണ്ടുണങ്ങിയ അവസ്ഥയിലാണ്. ഫുജൈറ ഭാഗത്തെ അണക്കെട്ടുകളുടെ സങ്കട വ്യതകളിലേക്കാണ് അടുത്ത യാത്ര. UAEയിലെ താഴ്വരകളുടെ നാടായ ഫുജൈറ കൃഷിയുടെയും ജലലഭ്യതയുടെയും കാര്യത്തിൽ പ്രശസ്തമാണ്. മരുഭൂമിയുടെ ഊഷരതയ്ക്കിടയിലും രാജ്യത്തിന് ഹരിതാഭ പകരുന്ന ഫുജൈറ UAEയിലെ അണക്കെട്ടുകളുടെ കൂടി നാടാണ്. മലനിരകളാൽ ചുറ്റപ്പെട്ട് ഇവിടുത്തെ താഴ്വരകളിൽ 30ഓളം അണക്കെട്ടുകളാണ് നിർമ്മിച്ചത്. ഫുജൈറയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ UAEയുടെ ശില്പി ഷൈഖ് സായിദ് അൽ നഹിയാന്റെ പ്രത്യേക താൽപര്യപ്രകാരം നിർമ്മിച്ചവയാണ് ഇവയൊക്കെയും. കൃഷിയോട് അദ്ദേഹം കാണിച്ചിരുന്ന താൽപര്യവും സ്നേഹവും ലോകം മാതൃകയാക്കേണ്ടതാണ്. കിഴക്കൻ തീരങ്ങളിൽ വീഴുന്ന മഴവെള്ളം വാദികളിലൂടെ കുത്തിയൊഴുകി കടലിൽ പതിച്ച് പാഴായി പോവാറായിരുന്നു പതിവ്. UAEയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ അൽ നഹിയാന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി ഏകദേശം ഫുജൈറ 26ഓളം ഡാമുകൾ നിർമ്മിക്കപ്പെടുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു ബേബി ഡാമാണ് ഇത്. ഇതിലേക്ക് വാദി ഹാമിലൂടെ വരുന്ന വെള്ളം ഷാറ റിസർവോയറിൽ ശേഖരിക്കുകയും അവിടെ നിന്ന് വെള്ളം തുറന്നുവിട്ട് ഇതിലേക്ക് നിറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. 1996 ധാരാളം മഴ ഇവിടെ ലഭിച്ചിരുന്നു. അപ്പോൾ പലപ്പോഴും വെള്ളം ഒഴുകി കടലിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഷെയ്ഖ് സായിദ് ബിൻ അൽ നഹിയാൻ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കണ്ട് ഇത്രയും ഡാമുകൾ ഇവിടെ ഫുജൈറ ഭാഗത്തുണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ വെള്ളം ശേഖരിക്കുകയും അങ്ങനെ ഇവിടെയുള്ള ഭൂഗർഭ ജലത്തിൻ്റെ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ വർഷങ്ങളായി കഴിഞ്ഞ 17 വർഷത്തോളമായി ഈ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡാമും ഇപ്പോൾ വെള്ളമില്ലാതെ വറ്റിവരേണ്ടി കിടക്കുകയാണ്. അതുകൊണ്ടാണ് എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡാമുകൾ നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുത്തതും. 18.5 ദശലക്ഷം ഘനമീറ്റർ ജലം സംഭരിക്കാവുന്ന 243 മീറ്റർ നീളം വരുന്ന തവ്യയിലെ ഡാം, വാദി ഡാം, ബുറയ്യ ഡാം, ഉവൈസ് ഡാം, ബസീറ ഡാം, ഹുലൈഫാത്ത ഡാം എന്നിവയാണ് ഇതിൽ പ്രധാനം. ഇന്നും കിണറുകളിൽ ശുദ്ധമായ ജലം ലഭിക്കുന്ന UAEയിലെ അപൂർവം എമിറേറ്റുകളിലൊന്നാണ് ഫുജൈറ. വല്ലപ്പോഴും വിരുന്നെത്തുന്ന മഴവെള്ളം ശേഖരിച്ചാണെങ്കിലും അടുത്ത കാലം വരെ ഫുജൈറയിലെ ഡാമുകൾ പലതും സജീവമായിരുന്നു. 1995 ഡിസംബർ മുതൽ 96 ഏപ്രിൽ വരെ ലഭിച്ച തുടർച്ചയായ മഴ ഫുജൈറയെ ജലസമ്പന്നമാക്കുകയായിരുന്നു. അന്നുണ്ടായിരുന്ന ഡാമുകളൊക്കെയും കരകവിഞ്ഞൊഴുകുക മാത്രമല്ല, പുതിയ ഡാമുകൾ നിർമ്മിക്കാൻ ഷൈഖ് സായിദ് അൽ നഹിയാൻ പ്രചോദനമാവുകയും ചെയ്തു. അതിനുശേഷം മില്യൺ കണക്കിന് ദിർഹം ചെലവഴിച്ച് പുതിയ ഡാമുകൾ നിർമ്മിച്ചു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഫുജൈറയിലെ ഒരു ഡാമിലും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെന്നതാണ് വസ്തുത. രാജ്യത്തുണ്ടായ മഴ ലഭ്യത കുറവ് ഇതിന് പ്രധാന കാരണമാണ്. നീണ്ട 15 വർഷത്തോളം കാര്യമായ മഴ ലഭിക്കാത്തതിനെ തുടർന്ന് ഡാമുകൾ വറ്റി വരളുകയായിരുന്നു. ഇതോടെ കിണറുകൾ വറ്റുകയും എമിറേറ്റിലെ ജലലഭ്യത തടസ്സമാവുകയും ചെയ്തു. അങ്ങനെ സമൃദ്ധമായി വളർന്നിരുന്ന തോട്ടങ്ങൾ പലതും ഉണങ്ങിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവും അല്പം മഴ ലഭിച്ചു എങ്കിലും ഡാമുകളെ പുനർജീവിപ്പിക്കാൻ മാത്രം അത് പോന്നിരുന്നില്ല. അവസാന വർഷങ്ങളിൽ കിഴക്കൻ തീരത്ത് വെള്ളമുള്ള ഏക അണക്കെട്ടായിരുന്ന കോർഫുഖാനിലെ വാദി ഷിയയിലുള്ള അൽ റുഫൈസ ഡാമും വറ്റിയിരിക്കുന്നു. ഇതിന്റെ പേര് ഷാറ റിസർവോയർ എന്നാണ്. ഇതിൽ വെള്ളം നിറഞ്ഞാലാണ് അൽ ഹുലൈഫാത്ത് ബേബി ഡാമിലേക്ക് വെള്ളം തുറന്നുവിടുന്നത്. മഴ സമൃദ്ധമായി ലഭിക്കുമ്പോൾ ഇവിടെ വെള്ളം ധാരാളം ഉയരുകയും അതുപോലെ തന്നെ പല ദുബായ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുകയും ചെയ്യാറുണ്ട്. ഒരു മഴ ലഭിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളം മൊത്തം കേന്ദ്രീകരിക്കത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വെള്ളം സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഭൂഗർഭ ജലത്തിൻ്റെ വിധാനത്തിൽ വളരെയധികം ഒരു അനുപാതം നിലനിർത്താൻ ഇവിടുത്തെ ഇതിൻ്റെ ശില്പികൾ വളരെയധികം ശ്രമിച്ചിട്ടുണ്ടെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഡാം കരകവിഞ്ഞൊഴുകിയ പഴയ കാലം പോയിട്ട് അല്പം ജലം തളം കിട്ടി നിൽക്കുന്ന അവസ്ഥ പോലും ഇന്ന് നിലനിൽക്കുന്നില്ല. ഇത് ഇവിടുത്തെ കർഷകരെ ചെറുതായൊന്നുമല്ല ആധിയിലാക്കുന്നത്. പ്രകൃതിയെയും കൃഷിയെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന അറബ് പൗരന്മാരുടെ മിക്ക കൃഷിയിടവും ഫുജൈറയിലാണുള്ളത്. ഡാമുകളിൽ നിന്ന്
കിലോമീറ്ററുകളോളം പൈപ്പിൽ വെള്ളം കൊണ്ടുപോകാനുള്ള നിരവധി സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡാമിൽ ജലസാന്നിധ്യമുണ്ടായിരുന്ന കാലത്ത് ഇവിടേക്ക് കുറച്ചൊന്നും സന്ദർശകരായിരുന്നില്ല എത്തിയിരുന്നത്. ദിബ്ബ ഫുജേറയ്ക്കടുത്തുള്ള വാദി ദലമ്മത്തിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ വരെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഫുജേറയിലെ എല്ലാ ഡാമുകളും ദാഹിച്ചു വലയുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുക. 1983 നിർമ്മിച്ച വാദി ഹമ്മിലേതാണ് ഫുജേറയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. രാഷ്ട്രപിതാവിന്റെ ആഗ്രഹം എമിറേറ്റിലെ കൃഷി വകുപ്പ് കൃത്യമായി നിറവേറ്റിയെങ്കിലും കാലത്തിന്റെ തീരുമാനം പക്ഷേ വിപരീതമാവുകയായിരുന്നു. രാജ്യത്തിന്റെ തന്നെ കാർഷിക സമ്പുഷ്ടി നിലനിർത്തുന്നതിൽ ഫുജേറ ചെറുതല്ലാത്ത പങ്കാണ് വഹിക്കുന്നത്. ദൈവ തുണയിൽ ഇനിയും ഡാമുകൾ കവിഞ്ഞൊഴുകുമെന്ന പ്രതീക്ഷയാണ് ബാക്കിയുള്ളത്.